അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാ ഫോണിലുണ്ട്. എന്ത് അവിഹിത കഥകളാണ് അൻസിബ ഹസനെ കുറിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഭർത്താവിനെ വിളിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് ആ സ്ത്രീയുടെ ഭർത്താവ് ഒരാവശ്യമില്ലാതെ ആ സ്ത്രീയുടെ കുറ്റങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറെ മുന്നേ. ദുബായി പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട് കണ്ടു. ഈ ഒരു മെസ്സേജ് കാരണം അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത്ര 1 മാസം കഴിഞ്ഞിട്ട് അവർക്ക് മുറിവുകളുണ്ട്, പാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭർത്താവും അവരും തമ്മിൽ അതുല്യ എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജർ ഇവർ ടെർമിനേറ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്രട്ടറി ടെർമിനേറ്റ് ചെയ്തല്ലോ. ആ കുട്ടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളത്തിന്റെ ഒരു മഹാനടനെയും ചേർത്ത് ഈ കുക്കു പരമേശ്വരൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹലോ, ഐ ആം ഗേഷ് യാദവ് മാധവ്. ഇവിടെ ഇപ്പൊ ഈ അവിഹിത കഥ തുറന്നു പറഞ്ഞത് ആരാണ്? അതും കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കാര്യം. അത് ശരിയാണോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെയുള്ളപ്പോഴാണ് അങ്ങനെ ഒരു കഥ ഈ മീഡിയയെല്ലാം വിളിച്ചുകൂട്ടി മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞത്. ഇതിനെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. ഇത് ശരിയാണോ എന്നറിയത്തില്ല, ഇത് മറ്റൊരാൾ പറഞ്ഞത് വേറൊരാൾ കേട്ട് പറഞ്ഞതാണ് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ലക്ഷ്മിപ്രിയ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓർക്കണം, ഒരു കല്യാണം പോലും കഴിക്കാത്ത വ്യക്തിയാണ് ഈ അൻസിബ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള അവിഹിത കഥകൾ ഉണ്ടാക്കുകയാണെങ്കിൽ മാനസികമായിട്ട് ആരായാലും തളർന്നു പോകും. ആ ഒരു അവസ്ഥയിലേക്കാണ് അൻസിബയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ അൻസിബ പല പ്രാവശ്യം ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. എന്നെക്കുറിച്ച് പലരുമായിട്ടും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. ഇതിനെതിരെ ഞാൻ പലപ്പോഴും പരാതി നൽകിയിട്ടുണ്ട്, അതിനെതിരെ ഒന്നും ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നുള്ളത് പല ആവർത്തി അൻസിബ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും പത്രപ്രവർത്തകരെ വിളിച്ചുകൂട്ടി ലക്ഷ്മിപ്രിയ ഇങ്ങനെ പറയുന്നത്. ലക്ഷ്മിപ്രിയ ഇങ്ങനെ പറയാനും കാരണമുണ്ട്. എന്തായാലും ലക്ഷ്മിപ്രിയയും ഹൻസിബയും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയതിനെക്കുറിച്ച് ലക്ഷ്മിപ്രിയ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഡിസംബർ 10-ാം തീയതി രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചു. ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എന്റെ അടുത്ത് ഹൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനുശേഷം പല ആവർത്തി ഞാൻ ഈ മോളെ പല പ്രാവശ്യം വിളിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അൻസിബയെ ഞാൻ എന്റെ ഒരു അനിയത്തിയെക്കാട്ടിലും വാത്സല്യത്തോട് കൂടിയിട്ടാണ് ഇപ്പോഴും എനിക്ക് ആ മോളുടെ അടുത്ത് ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതിയോ എന്തെങ്കിലും തരത്തിലുള്ള വിഷമോ ഒന്നും എനിക്ക് ആ കുട്ടിയോടില്ല. എന്റെ മകൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. ഏജ് കൊണ്ട് അൻസിബ എന്റെ മകളാകാനുള്ള ഒരു പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും അൻസിബയെ ഞാനും തമ്മിൽ ആ ഒരു എന്താ പറയാ, അൻസിബയുടെ അമ്മയെ പോലെ അൻസിബയെ കൺസിഡർ ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അപ്പോൾ പല ആവർത്തി എപ്പോഴും എന്റെ വീട്ടിൽ വരാറുള്ള കുട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോകാറുണ്ട്. എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അൻസിബ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇതെന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ള ഒരു റീസൺ എന്ന് എന്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും. ഇവിടെ ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് ഹൻസിബ ഒരു മെസ്സേജ് അയച്ചു എന്ന്. ആ മെസ്സേജ് കണ്ട് ഹസ്ബൻഡ് പാനിക്കായി, അതുമൂലം പല പ്രശ്നങ്ങളും ഉണ്ടായെന്നാണ് പറയുന്നത്. എങ്കിൽ ആ മെസ്സേജ് എന്താണെന്ന് വായിക്കുമ്പോഴാണ് അതിലേറെ കോമഡി ആയിട്ട് തോന്നുന്നത്. കാരണം ദുബായിൽ വെച്ചൊരു ഫോട്ടോ എടുത്തിരുന്നോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഹൻസിബ ചോദിച്ചത്. ആ ഒരു ചോദ്യം ഇത്രമേൽ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ അവിടെ ഭർത്താവിന് ഭാര്യ ഇത്രമാത്രം സംശയമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അവിടേക്കാണ് അങ്ങനെ ഒരു മെസ്സേജ് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ചോദ്യം വരുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുണ്ടെങ്കിൽ തന്നെ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിന് വിശ്വാസമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരും എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു മെസ്സേജ് കണ്ട ഉടനെ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, എന്തുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യവും അവിടെ ചോദിക്കേണ്ടതാണ്. പക്ഷേ ഇതൊന്നും അല്ല നടന്നത്. അത് ഹസ്ബൻഡ് കണ്ടു, അത് പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി, പോലീസ് സ്റ്റേഷനിൽ വരെ കയറേണ്ട അവസ്ഥ വന്നു. അതിനെ തുടർന്ന് ഒരു കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ അൻസിബയോട്, ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം, മോള് ജയശേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എന്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എന്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ പിന്നെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോട് കൂടിയിട്ടാണ് എന്നാണ് എന്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വിഷയം മാത്രമേ, അൻസിബയുടെ പേരിൽ ഒരു FIR ഇടണമെന്നോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നോ പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ആവശ്യം എന്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ നിന്നിട്ട് ഈ മെസ്സേജ് എന്തുകൊണ്ട് അയച്ചു എന്ന് അൻസിബ ഒന്ന് പറയണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കുട്ടി ആരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടും വരാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നിട്ടാണ് ഞാൻ ഈ ഹിൽ പാലസ് വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് അൻസിബയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ആ കംപ്ലൈന്റിൽ ഈ ഒരു 2 വരി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിച്ച അൻസിബയാണ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസിബ മാത്രമല്ല, ക്ഷേത്രത്തിലെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി അൻസിബ മാത്രമാണ് എന്നാണ് അൻസിബ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിലല്ലേ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. അവിടേക്ക് അൻസിബ പറയുന്നത് വേറെ തരത്തിലാണ്.
ഈ മെസ്സേജ് അയച്ചിട്ട് 1 മാസത്തിന് ശേഷമാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മെസ്സേജ് അയച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദുബായിൽ വെച്ച് ഫോട്ടോ എടുത്തിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അതിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ എന്താണ് കാരണമെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പേഴ്സണൽ വിഷയമല്ലേ, അത് പുറത്ത് പറയുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയൊക്കെ മഹാനടൻ്റെ പേരൊക്കെ എടുത്തിട്ടത് ഈ ലക്ഷ്മിപ്രിയ തന്നെയാണ്. അത് ജനങ്ങൾ അറിയുന്നത് ലക്ഷ്മിപ്രിയയുടെ വായിൽ നിന്ന് തന്നെയാണ്. അൻസിബ എന്ന് പറയുന്ന വ്യക്തി മകളെ പോലെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ മഹാനടനുമായിട്ട് അതും ശരിയാണെന്ന് പോലും അറിയാത്തൊരു കഥ പബ്ലിക്കിന് മുന്നിൽ പറയുന്നത്. അവിടെയൊക്കെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു കഥ വരുന്നുണ്ട്. അതായത് അമ്മയുടെ ടൈറ്റിൽ സ്പോൺസറായിട്ട് ഒരു ക്ഷേത്രം വരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അവിടെ അഭിപ്രായ വ്യത്യാസം വന്നത്. ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ സ്പോൺസർഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിലാണ് അൻസിബ സംസാരിച്ചത്. അവിടെ അൻസിബ അതിനെ എതിർത്തിട്ടുള്ള ഒരു കക്ഷിയാണ്. ആ സമയത്ത് തന്നെയാണ് ഈ ലക്ഷ്മിപ്രിയ കൊടുത്ത കേസും അൻസിബയ്ക്കെതിരെ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അൻസിബയ്ക്ക് സംശയം തോന്നാം. ഇനി താൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഇങ്ങനൊരു കേസ് വന്നത്, തന്നെ ഒതുക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ ഇങ്ങനൊരു കേസ് പൊക്കിക്കൊണ്ട് വന്നത്? കാരണം ലക്ഷ്മിപ്രിയയും അൻസിബയായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു, മകളെപ്പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു കേസ്, അതും ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു കേസ് കൊടുക്കുമ്പോൾ ആരാരും സംശയിക്കും ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടോയെന്ന്. അത് തന്നെയാണ് അൻസിബയ്ക്കും തോന്നിയത്. എന്നാൽ ലക്ഷ്മിപ്രിയയ്ക്ക് പറയാനുള്ളത് വേറെ കഥകളാണ്. ആ അമ്പലത്തിൻ്റെ സ്പോൺസർഷിപ്പ് ഒന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അൻസിബ അയച്ച മെസ്സേജ് എൻ്റെ കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന തരത്തിലാണ് ലക്ഷ്മിപ്രിയയെ ബാധിക്കുന്നത്. ഇതിലിപ്പോൾ എന്താ സത്യമെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കേട്ടിരിക്കുന്നവർക്ക് കേട്ടിരിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരാൾക്ക് ഇത് ചെയ്യേണ്ട എന്നൊരു എതിരഭിപ്രായം പറയുമ്പോൾ അത് എങ്ങനെയാണ് ഒരു അലിഗേഷൻ ആയിട്ട് മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അൻസിബയാണ് ഇത് ഞാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയോ മറ്റൊരു മനുഷ്യരെ അറിയിച്ചിരുന്നില്ല. ചെവി അറിയാണ്ട് വളരെ ഗോപ്യമായിട്ട് ഈ സ്റ്റേഷനിൽ പോയി ഞാൻ പരാതി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അൻസിബയെ പല ആവർത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ അൻസിബയാണ് ഇതിന് മത തീവ്രവാദം ആരോപിച്ചുകൊണ്ടും അൻസിബയെ ജിഹാദി എന്ന് ആരോ പരാമർശിച്ചു, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കേസ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് പിന്നെ ജനുവരി 24-ാം തീയതിയാണ് അൻസിബ ലോങ് മെസ്സേജ് ഇടുന്നത്. ആ സമയത്ത് ഞാൻ അൻസിബയോട് പറഞ്ഞു, മോളെ ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ്, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ തൊട്ട് കളിക്കാനായിട്ട് പാടില്ല, സമൂഹത്തിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് മോളെ, ഈ ഒരു മാറ്റർ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, നീ അതിന് വന്നിട്ട് പ്രതികരിക്കുക, വേറെ യാതൊരു കാര്യങ്ങളും ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുതിർന്നവർ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്റെ കുടുംബ വിഷയമാണ്, ഈ കുടുംബ വിഷയത്തിൽ കാരണക്കാരി എന്ന് പറയുന്നത് അൻസിബയാണ്. ഈ അൻസിബയെ ഞാനും മാത്രമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ യാതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അറിയാനോ ഇത് ഇപ്പൊ പോലും എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. ഈ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. അത് ശരിയാണ്. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുന്ന ജനങ്ങൾക്കും വളരെ ലജ്ജയാണ് തോന്നുന്നത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് പുരുഷന്മാരാണ് ഇവിടെ കുഴപ്പമെന്നായിരുന്നു പറയുന്നത്. ഇപ്പോൾ സ്ത്രീകൾ കയറി അവരവർ തന്നെ അവീത കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. ഇതിൽ ശരിയുണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഒരാൾ പറഞ്ഞത് കേട്ട് മറ്റൊരാൾ പാടി നടക്കുകയാണ് ചെയ്യുന്നത്. കാരണം മഹാനടൻ്റെ പേരും അൻസിബയുടെ പേരും ഒക്കെ വലിച്ചിട്ടത് ലക്ഷ്മിപ്രിയയാണ്. ഇത് ജനങ്ങൾ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ പാടി നടക്കുന്ന ആരാണ്? എന്തായാലും ഇതിനെക്കുറിച്ച് അൻസിബ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് കേട്ട് നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു മതസ്ഥാപനം ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി വന്നപ്പോൾ ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ അന്ന് മുതലാണ് എന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അപ്പൊ ഞാൻ അതുവരെ അവിഹിത കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചില വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഒരു പോളിംഗ് നടത്തി യെസ് ഓർ നോ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമായിരുന്നു നോ പറഞ്ഞത്. അപ്പോൾ ചിലർ യെസും പറഞ്ഞില്ല നോയും പറഞ്ഞില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു വേണ്ട, സെൻട്രലിൽ നിന്നു. ചിലർ മെജോറിറ്റി പക്ഷേ യെസ് ആണ് പറഞ്ഞത്. ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സന്തോഷ് കീഴാറ്റൂരേട്ടനും നോ പറഞ്ഞു. പക്ഷെ അത് കണ്ടപ്പോൾ ചിലപ്പോൾ ഭയന്ന് കാണും, ഇനിയും ഒരുപാട് പേര് ചിലപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ, കാരണം ഇതിന് ശേഷം ചിലപ്പോൾ ഫ്യൂച്ചറിലൊരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അമ്മയുടെ ബൈലോ അനുസരിച്ച് അമ്മയ്ക്ക് ഡൊണേഷൻ വാങ്ങിക്കാനേ നിർവാഹമുള്ളൂ. ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഞാൻ പഠിച്ച ബൈലോ അനുസരിച്ച് ഡൊണേഷനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സ്പോൺസർഷിപ്പ് വാങ്ങിക്കാൻ പറ്റില്ല. അത് ഈ മതസ്ഥാപനത്തിന് പോലും അറിയില്ല. അപ്പോൾ അവരോട് ഞാനിത് പറഞ്ഞു, നിങ്ങൾ ഡൊണേഷൻ ചെയ്യായിരുന്നു നല്ലതെന്ന് പിന്നീട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് അത് ആരും പറഞ്ഞു തന്നില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അത് ചെയ്തേനെ, ഞങ്ങൾക്ക് അതായിരുന്നു കൂടുതൽ. അതായത് ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ബോധപൂർവ്വം ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യിപ്പിച്ചതാണ്. അതെ, അവിടെ എല്ലാ മതസ്ഥരും പോകുന്ന ഒരു ക്ഷേത്രമാണത്. അവർക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു. അതിന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കംപ്ലൈന്റ്. ഒരു വനിത, അത് വനിതാ സെല്ലിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അത് ആരുമല്ല, ലക്ഷ്മിപ്രിയ ആണെന്ന് ലക്ഷ്മിപ്രിയ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കുടുംബജീവിതം തകർത്തു എന്നുള്ള രീതിയിൽ ഒരു കേസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അൻസിബ എന്തായാലും വിചാരിക്കും ഞാൻ ഇക്കാര്യം പറഞ്ഞതുകൊണ്ടാണോ ഈ കേസ് കൊടുത്തത് എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അവിടെ വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം. അൻസിബ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് കൊണ്ടായിരിക്കാം കേസ് കൊടുത്തതെന്ന് പറയാം. താൻ തെറ്റായിട്ടൊന്നും അയച്ചിട്ടില്ല എന്നുള്ള ബോധം അൻസിബയ്ക്കുള്ളത് കൊണ്ട് തന്നെ അൻസിബ നോക്കുമ്പോൾ താൻ പറഞ്ഞ പല കാര്യങ്ങളിലുമുള്ള എതിർപ്പ് ഇങ്ങനെ തീർക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അവിടെ അൻസിബ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് തെറ്റു പറയാൻ കഴിയത്തില്ല.
പലരും ഇതിനു മുമ്പ് അവൈധ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന്, അതും 1 മാസം മുമ്പ് അയച്ച മെസ്സേജിന് ഈ സ്പോൺസർഷിപ്പുമായിട്ടുള്ള കാര്യം പറഞ്ഞതിന് ശേഷം കേസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതും അതുമായിട്ട് ലിങ്ക് ഉണ്ടോ എന്നുള്ള ചിന്ത ആർക്കാലും വരും. അതാണ് അൻസിബ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു മതസ്ഥാപനവും മതചിഹ്നവും അമ്മയിൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിന്റെ 1 മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഒരു അയച്ച മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് ദുബായ് പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടു. ഈ ഒരു മെസ്സേജ് കാരണം അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത്ര 1 മാസം കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് വയലൻസ് നടന്നു. അവർക്ക് മുറിവുകളുണ്ട്, പാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭർത്താവും അവരും തമ്മിൽ. അതെ, ദുബായിൽ പോയിരുന്നപ്പോൾ ഫോട്ടോ എടുത്തോ, എൻ്റെ ഫ്രണ്ട് കണ്ടു എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഇത് ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കുമെങ്കിൽ ആ കുടുംബജീവിതത്തിൽ എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയൊക്കെ ഇത്രയും വാചാലയ ലക്ഷ്മിപ്രിയയ്ക്ക് അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയത്തില്ല എന്ന് പറയുകയാണെങ്കിൽ, അതും സ്വന്തം ഭർത്താവ് പോലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത്? പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാർഹിക പീഡനത്തിന് ഈ പീഡിപ്പിച്ച വ്യക്തിക്കെതിരെ കേസൊന്നും കൊടുത്തിട്ടില്ല. ഈ മെസ്സേജ് അയച്ച വ്യക്തിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതൊക്കെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയൊക്കെ ആർക്കും സംശയം തോന്നാം, എന്തുകൊണ്ട് ഭർത്താവിനെതിരെ കേസ് കൊടുത്തില്ല? ഇത്രയും പീഡനം നടത്തിയിട്ടും അതുപോലെ തന്നെ ഉപദ്രവിച്ചിട്ടും ഭർത്താവിനെതിരെ കേസ് എടുത്തിട്ടില്ല, മറിച്ചൊരു മെസ്സേജ് അയച്ച അൻസിബയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ അൻസിബ എന്തായാലും വിചാരിക്കും ഇത് മെസ്സേജ് അയച്ചതിനുള്ള കേസായിരിക്കത്തില്ല, ഞാൻ സ്പോൺസർഷിപ്പുമായിട്ട് ഒരു മതത്തിനോ ഒരു രാഷ്ട്രീയത്തിനോ ഒന്നും അമ്മയുടെ സ്പോൺസർഷിപ്പ് ഏൽപ്പിക്കേണ്ട എന്ന് പറഞ്ഞതിനേരെ ചെയ്തതാണോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കും. അതാണ് അൻസിബയോടെ പറഞ്ഞു വെക്കുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് ഈ മെസ്സേജ് കണ്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ട്, കാരണം ഡിസംബറിൽ ഞാൻ ഇവർക്ക് അയച്ച മെസ്സേജ് ഭർത്താവിനല്ല, ഈ വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിന് അയച്ച മെസ്സേജാണത്. ഞാൻ അവരോട് സംസാരിക്കാറുമില്ല. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു മതസ്ഥാപനം കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ 3ാമത്തെ 4ാമത്തെ ദിവസമാണ് എനിക്കെതിരെ ഇങ്ങനെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ട് എന്നെ വിളിച്ചത്. ഞാൻ അമ്മയിൽ പറഞ്ഞു. അപ്പോൾ അമ്മയിൽ ഞാൻ പറഞ്ഞു, എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇമേജ് ടാണിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, ഇത് നിങ്ങൾ അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടല്ലേ ഞാൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ, അന്വേഷിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കണം, 2 ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ? ഓ യു നോ ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് യു നോ വൺ തിങ്, ഞാൻ 75 lakhs പറഞ്ഞതുകൊണ്ടാണ് 75 lakhs ആയത്. ഞാൻ 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി തന്നേനെ. ഇതാണോ അല്ല, പ്രസിഡന്റ് പറഞ്ഞതാണ് എന്നോട്. പ്രസിഡന്റിനോട് ഞാൻ പരാതി പറയാൻ വിളിച്ചപ്പോൾ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞു. നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ പൈസ 2 lakhs ആണെങ്കിൽ 2 lakhs കിട്ടിയല്ലോ. 2 കോടിയാണെങ്കിൽ 2 കോടി കിട്ടിയല്ലോ. ഒരു സ്ത്രീ ഒരു പരാതി വിളിച്ച് പറയുമ്പോൾ എനിക്കെതിരെ എന്നെ ടാണിഷ് ചെയ്യാൻ വേണ്ടി ഒരു വൃത്തികെട്ട പരാതിയാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് പ്രസിഡന്റിന്റെ മറുപടിയാണ്, ഓ ദിസ് ഇസ് പേഴ്സണൽ അൻസിബ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. പിന്നെ യു നോ വൺ തിങ്, 75 lakhs ആണ്, ഞാൻ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയതാണ്, 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി കിട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ശരി, താങ്ക് യു. അപ്പം ഞാൻ ആലോചിച്ചു, ഒരാൾ പരാതി പറയുമ്പോൾ ഞാൻ മുന്നേ എന്തിനെയാണോ എതിർത്തത് ആ കാര്യമാണ് അടുത്തതായിട്ട് എന്നോട് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ വീണ്ടും പോയി പരാതി പറയൂ? അല്ല, എന്താണ് ഈ അമ്മയെന്ന് പറഞ്ഞ സംഘടന കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ സ്ഥാനത്തിരിക്കുന്നവർക്കൊന്നും അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. ഇതൊക്കെ അവിടെയുള്ള താരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതല്ലേ? ഇവിടെ അൻസിബയ്ക്ക് സംശയം തോന്നിയത് തന്നെ താൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് വീട്ടിൽ പറഞ്ഞ കാര്യമല്ല, ആ സംഘടനയ്ക്കുള്ളിൽ ചർച്ചയാക്കിയ ഒരു വിഷയം. അതിൽ തൻ്റെ അഭിപ്രായം പറഞ്ഞ നേരെ ഈ കേസ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് അൻസിബ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ചൊന്നും തിരക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ അമ്മയിലെ അംഗം പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ പോലും അതിനെക്കുറിച്ചൊന്നും ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർ സഹപ്രവർത്തകരായിട്ട് നിൽക്കുന്നത്? അവിടേക്ക് ഓർക്കേണ്ടത്, ദിലീപ് പോലീസ് സ്റ്റേഷനിലായിരുന്നപ്പോൾ സിദ്ദീഖ് ദിലീപിനെ അന്വേഷിച്ച് രാത്രിയിൽ പോയതാണ്. അന്ന് സിദ്ദീഖ് പറഞ്ഞത്, എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇല്ലെങ്കിൽ കൂട്ടുകാരൻ കുറേ നേരമായി പോലീസ് സ്റ്റേഷനിലാണ്, അത് തിരക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ അൻസിബയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോയതുമില്ല, അതിനെക്കുറിച്ചൊന്നും തിരക്കാൻ പോലും കൂട്ടാക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ളപ്പോൾ അൻസിബ തന്നെ വിചാരിക്കും, പിന്നെ എന്തിനാണ് ഇവിടെ തൂങ്ങി നിൽക്കുന്നതെന്ന്. അവിടെ എസ്ഐയുടെ മുറിയിൽ ഞാൻ കയറി. ഞാൻ ചെന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പരാതിക്കാരി എത്തിയത്. പരാതിക്കാരിയുടെ ഒരു കുഞ്ഞുമായിട്ടാണ് വന്നത്. ഈ കുഞ്ഞ് എസ്ഐ ഇരിക്കുന്ന ടേബിളിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഡെസ്ക് പോലെ ഒരു സാധനമുണ്ട്, അതിൻ്റെ അവിടെ കയറി ഇരുന്ന് കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഒരു കുഞ്ഞ് വന്നിട്ട് അവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ കംഫർട്ടാണ്. ഒറ്റയടിക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കംഫർട്ടബിൾ ആവുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് എസ്ഐ എന്നോട് പറയുന്നത്, അൻസിബ ചെയ്തത് വലിയ തെറ്റാണ്. അൻസിബ ഈ മെസ്സേജ് അയച്ചത് കാരണം ഈ സ്ത്രീക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി ഈ സ്ത്രീക്കാണ് അയച്ചത്. ഈ സ്ത്രീയുടെ പേഴ്സണൽ മൊബൈലിലേക്ക് അയച്ച മെസ്സേജാണ്. അതും ഞാൻ അയച്ച മെസ്സേജിന് റോങ് ആയിട്ടുള്ളൊരു അർത്ഥം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ
അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട്, അതിൽ ഒരു വാക്ക് മോശം വാക്ക് ഞാൻ എഴുതിയിട്ടില്ല, അപ്പോൾ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ SI എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരുടെ ഭർത്താവ് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ FIR ഇട്ടിട്ടുണ്ടോ, അത് ആ സ്ത്രീക്ക് പരാതി ഇല്ലെങ്കിൽ പോലും ഡൊമസ്റ്റിക് വയലൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കേസ് എടുക്കണമെന്നാണ്, FIR ഇടണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതല്ലല്ലോ അവിടുത്തെ പ്രശ്നം, അൻസിബ ചെയ്തതാണ് തെറ്റ്. അയാൾക്കെതിരെ FIR ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം എന്നെ 3 മണിക്കൂർ അവിടെ ഇരുത്തി ഹരാസ് ചെയ്തു. നീനാക്കുറുപ്പ് ചേച്ചിയെ പണ്ട് ഒരു മെമ്പർ അശ്ലീല വാക്കുകളും തെറി വിളിക്കുന്നതും പ്രാക്കിടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഓഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ സാധനം ഈ ഇതുപോലത്തെ വാക്കുകളാണ് ഈ എക്സിക്യൂട്ടീവ് മെമ്പർ SIയുടെ മുന്നിൽ നിന്നിട്ട് എന്നെ പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രൈവറ്റ് ചാറ്റിന്റെ പേരിൽ ഇല്ല, കേസെടുക്കാൻ തെളിവ് വേണ്ടേ? എന്നിട്ട് എന്നെ കൊണ്ട് നിർബന്ധപൂർവ്വം മാപ്പ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ അയച്ച മെസ്സേജ് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മാപ്പ് എഴുതാൻ പറ്റൂല, ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ലല്ലോ. പക്ഷെ 3 മണിക്കൂറോളം ഹരാസ് ചെയ്തപ്പോൾ എനിക്ക് വയ്യാണ്ടായി സത്യം പറഞ്ഞു. അപ്പോൾ അവസാനം പറഞ്ഞു ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് എഴുതാൻ. അപ്പോൾ അവസാനം അതിൽ എഴുതി ചേർത്തത് ഞാൻ അങ്ങനെ ഇൻറ്റൻഷനിൽ അയച്ച മെസ്സേജ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിന് മറ്റൊരർത്ഥം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് എഴുതി ഒപ്പിടിപ്പിച്ചു. എന്നിട്ട് അത് ഈ പരാതിക്കാരിക്ക് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പേടിയായി, ഞാൻ എഴുതി ഒപ്പിട്ടതിൻ്റെ ഇടയിൽ ഇനിയും ഗ്യാപ്പ് ഉണ്ട്, ഇനി എന്തെങ്കിലും എഴുതി ചേർക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണോ തോന്നുന്നു. അപ്പോൾ പറഞ്ഞു അത് അൻസിബയ്ക്ക് തരൂല, പരാതിക്കാരിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ ഞാൻ വിഷമിച്ച് പുറത്തിറങ്ങി. ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി, ആ പുള്ളിക്കാരിയെ കൊണ്ട് മാത്രം ഫോട്ടോ എടുപ്പിച്ചു, എനിക്ക് തന്നില്ല, എനിക്ക് പേടിയുണ്ട് അവരെന്തെങ്കിലും അതിൽ എഴുതി ചേർക്കുമോ എന്നുള്ളത്. ഞാൻ ഇറങ്ങാൻ നേരത്തെ ഈ SI ചോദിക്കുന്നുണ്ട് ഇനി താങ്കളുടെ കുടുംബം അൻസിബ തകർക്കില്ല എന്നും കൂടി എഴുതി ചേർക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ ഈ ഭർത്താവിനെ വിളിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് ആ സ്ത്രീയുടെ ഭർത്താവ് ഒരാവശ്യമില്ലാതെ ആ സ്ത്രീയുടെ കുറ്റങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറെ മുന്നേ. അപ്പൊ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇല്ലെങ്കിൽ അൻസിബയ്ക്ക് മെസ്സേജ് അയക്കേണ്ട ആവശ്യം വരത്തില്ലല്ലോ. അതായത് അൻസിബ പറയുന്നത് ലക്ഷ്മിപ്രിയയെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡ് മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. അതും ഒരു ആവശ്യവുമില്ലാതെയാണ് തനിക്ക് മെസ്സേജ് അയച്ചെന്നാണ് അൻസിബ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ലക്ഷ്മിപ്രിയക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ തെറ്റാരുടെ ഭാഗത്താണ്, ഇല്ലെങ്കിൽ സംശയം തോന്നിയതാരാണ്, ഇല്ലെങ്കിൽ ഗാർഹിക പീഡനം നടത്തിയതാരാണ്, അതിനെതിരെ ഒന്നും കേസില്ല. ഒരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതും മോശമായിട്ടുള്ള ഒരു മെസ്സേജ് അല്ല, എന്നിട്ട് പോലും അൻസിബയ്ക്ക് കേസ് കൊടുത്തു. അങ്ങനെയുള്ളപ്പോൾ അൻസിബയ്ക്ക് എന്തായാലും സംശയം തോന്നാം. ഇതുപോലെ തന്നെയാണ് ടിനി ടോമിൻ്റെ കാര്യവും. അതും ടിനി ടോം ഇങ്ങനെ പറഞ്ഞു എന്ന് വേറൊരാൾ വഴിയാണ് അൻസിബ അറിയുന്നത്. ആ ആളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയും ആ ആൾ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ടിനി ടോമുമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചും അൻസിബ പറയുന്നുണ്ട്. അതും കൊണ്ടൊന്ന് കേട്ടു നോക്കാം. ടിനി ടോം എന്നോട് ആദ്യം ദേഷ്യം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ IFFKയിൽ അമ്മ ഡിന്നർ പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിന്നർ പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് എന്തോ പൈസയൊക്കെ സാങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ EC മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നു, പക്ഷെ അത് പാസ്സാക്കി. അങ്ങനെ IFFKയിൽ ഡിന്നർ പാർട്ടി നടക്കുന്നു. അപ്പോൾ അന്നിന് ഞാൻ IFFKയിൽ കഴിഞ്ഞ IFFKയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും ഈ നമ്മുടെ EC ഗ്രൂപ്പിൽ ടിനി ടോം ഉൾപ്പെടെ കുറച്ച് അംഗങ്ങൾ ഭയങ്കര പ്രശ്നം, സെക്രട്ടറിയെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. സെക്രട്ടറി പാർട്ടി നടത്തിയത് നന്നായില്ല, മോശമായിപ്പോയി, ഇത്ര പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ പറയുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മയിൽ എപ്പോഴും സ്പോൺസേഴ്സ് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഒരു കാറ്ററിംഗ്, അവർ വിചാരിച്ചൊരു കാറ്ററിംഗ് ടീമുണ്ട്, ആ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു. സെക്രട്ടറി വേറെ കാറ്ററിംഗ് ടീമിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഇതായിരുന്നു ഇവരുടെ പ്രശ്നം. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായി. അപ്പോൾ കുറേ ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ ഹരാസ് ചെയ്യണം, അതായത് ജനറൽ സെക്രട്ടറിയെ മാത്രം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2-3 ദിവസം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പോയിട്ട് മെസ്സേജ് ഇട്ടു, നിങ്ങൾക്ക് നാണല്ലേ ഒരു സ്ത്രീനെ എങ്ങനെ പരിഹസിക്കാനും ഇങ്ങനെ ഹരാസ് ചെയ്യാനും? ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് 10-17 പേരുള്ള ഒരു ഗ്രൂപ്പ്, അതിൽ നാണാവണില്ല ഇങ്ങനെ വന്നിട്ട് ഹരാസ് ചെയ്യാൻ? ഭയങ്കര മോശമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ തന്നെയല്ലേ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് പാസ്സാക്കിയത് IFFKക്ക് ഡിന്നർ കൊടുക്കാന്ന് പറഞ്ഞിട്ട്? നിങ്ങൾ പാസ്സാക്കിയിട്ട് ഇപ്പോൾ ഒരാളുടെ തലയിൽ മാത്രം ബ്ലെയിം ചെയ്യുന്നത് എന്തിനാ? അത് ഭയങ്കര മോശമല്ലേ എന്ന് വെച്ചു. അത് മുതൽ എൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം. അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ ഒരു അടുത്ത EC മീറ്റിംഗിൽ ഇതേ വിഷയം വീണ്ടും ഉന്നയിച്ചു. വീണ്ടും ഇതേ ഹരാസ്മെന്റ്. ഇദ്ദേഹത്തിന്റെ ഭാഷ ശരിയല്ല, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ട്രിഗർ ചെയ്യുന്ന പോലെയുള്ള ഭാഷ ഉപയോഗിക്കും. അങ്ങനെയുള്ള ഭാഷ ഉപയോഗിച്ച സമയത്ത് അശ്ലീല പദങ്ങൾ അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ മീറ്റിംഗിന്റെ ഇടയിലൊക്കെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഈ ഇദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് എന്നോട് ചോദിച്ചു, അൻസിബ ആയിരുന്നല്ലോ സപ്പോർട്ട് ചെയ്തത്, ഞാൻ ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചപ്പോൾ IFFKക്ക് ഡിന്നർ കൊടുത്തതിന്. അപ്പോൾ അൻസിബ ഞങ്ങളെ പറ്റിച്ചിട്ടാണ് സെക്രട്ടറി ഇത് നേടിയെടുത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും പ്രായമില്ലേ മനുഷ്യ, ഇത്രയും പ്രായമുള്ള നിങ്ങളെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ മോശമല്ലേ? അത് വിവരക്കേടാണ് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഈ ഒരു കാര്യമായിരിക്കും ചിലപ്പം ടിനി ടോമിന്റെ മനസ്സിൽ ഹൻസിബയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തി വെച്ചത്. അത് പിന്നെ അങ്ങോട്ട് ആരെങ്കിലും കത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അതും നല്ല രീതിയിൽ കത്തുമല്ലോ. അതുപോലെ തന്നെയാണ് പിന്നെ ഇഷ്ടമില്ലാത്ത അച്ചി ചെയ്യുന്നതെല്ലാം കുറ്റവുമായിരിക്കും. അതാണ് ഇനി അൻസിബ പറഞ്ഞു വയ്ക്കാൻ പോകുന്നത്. അതായത് താൻ ഉദ്ദേശിക്കാത്ത കാര്യത്തിൽ പോലും താൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്ന് തെറ്റിദ്ധാരണ പരത്തുകയായിരുന്നു ടിനി ടോം ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെയൊക്കെയാണ് വർഗീയത വരുന്നത്. വർഗീയതയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ.
നോമ്പിന്റെ സമയത്ത്, ഈ കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത് ഞാൻ ഓൾറെഡി സെക്രട്ടറി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉച്ചവരെ ഇരിക്കുള്ളൂ EC മീറ്റിങ്ങിന്, എനിക്ക് വയ്യാണ്ടാവും, നോമ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നീ ഉച്ചയ്ക്ക് പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവിടെ EC മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്ക് ചിലപ്പോൾ പറയുന്നത് 3 മണിക്കൊക്കെയാണ്, 3-3:30, 4 മണിക്കൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആ EC മീറ്റിങ്ങിന് പോയ സമയത്ത് ഉച്ചയായി കഴിഞ്ഞപ്പോൾ ലഞ്ച് ബ്രേക്ക് പറഞ്ഞു. ലഞ്ച് ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും 3/4 മണിക്കൂർ വീണ്ടും പ്രസിഡന്റും എല്ലാവരും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശന്നിട്ടായിരിക്കും ജോയ് മാത്യു സാർ ആദ്യം എഴുന്നേറ്റ് പോയി, പിന്നെ വേറെ ഏതോ 1-2 അംഗങ്ങൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ ഞാനും എഴുന്നേറ്റ് അങ്ങ് പോയി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പോകുന്നുള്ളത്. അപ്പോൾ ഞാനും എഴുന്നേറ്റ് അങ്ങ് പോയി. പക്ഷെ അത് ഞാൻ വാക്കൗട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചു അവിടെ. അപ്പോൾ തന്നെ ടിനിച്ചേട്ടൻ പറഞ്ഞു കണ്ടോ അവൾ കാണിച്ചതുണ്ട്, അവളുടെ DNA ആണ് അവൾ കാണിച്ചതെന്ന്. അപ്പോൾ തന്നെ നീന ചേച്ചി ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് എന്നെ വിളിച്ചു. ഞാനപ്പോൾ തിരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ലൗഡ് സ്പീക്കറിൽ കേൾക്കുന്നത് ഈ ശബ്ദമാണ്. അപ്പോൾ ടിനിച്ചേട്ടൻ DNA കാര്യം പറയുന്നു. അപ്പോൾ നീന ചേച്ചി പറയുന്നത് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിയിട്ട് ഇങ്ങനെ മോശം പറയാൻ പറ്റണമെന്ന് ചോദിക്കുന്നുണ്ട്, നീ ചെയ്യുന്നതിനൊക്കെ നിനക്ക് തിരിച്ച് കിട്ടും എന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പോഴേക്കും ഈ പുള്ളി ഇറങ്ങി അവിടുന്ന് ഓടി. അത് നീന ചേച്ചിയുടെ അടുത്ത് മാത്രമല്ല, മറ്റു ചില അംഗങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ മുന്നേ തന്നെ പറഞ്ഞതാണ്. അതായത് ഈ ടൈറ്റിൽ സ്പോൺസർഷിപ്പിന്റെ നീന ചേച്ചി കേട്ടതാണ്, പിന്നെ ബാക്കി മെമ്പേഴ്സ് കേട്ടിട്ടുണ്ട്. കേട്ട ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയും. ഇവിടേക്കാണ് നീന കുറുപ്പിന്റെ കാര്യം പറയേണ്ടത്. എല്ലായിടത്തും ഈ വ്യക്തിയുടെ ഇടപെടലുണ്ട്. അത് ലക്ഷ്മിപ്രിയയുടെ കാര്യത്തിലായാലും ടിനി ടോമിന്റെ വിഷയത്തിലായാലും അതുപോലെ തന്നെ അൻസിബയുടെ വിഷയത്തിലായാലും ഇവിടേക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് നീന കുറുപ്പ്. ഇവരെയൊക്കെ സഹായിക്കുകയാണോ അതോ കുഴിച്ചാടിക്കുകയാണോ എന്നൊന്നും അറിയത്തില്ല. കാരണം ആ രീതിയിലാണ് പല കാര്യങ്ങളും അവർ പറയുന്നത്. കാരണം ടിനി ടോം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അൻസിബയോട് പറയുന്നത് ഈ നീന കുറുപ്പാണ്. അത് സത്യമാണോ എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. അതിനൊരു തെളിവുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്ന് കരുതി ടിനി ടോം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയത്തില്ല. എന്തായാലും ഇവിടെയൊക്കെ ഏറ്റവും കൂടുതലുള്ളത് അവീതം തന്നെയാണ്. അൻസിബ ആദ്യം തന്നെ പരാതിപ്പെടുന്നതും എന്നെക്കുറിച്ച് അവീത കഥകൾ പറഞ്ഞു നടക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പരാതി കൊടുത്തതും. അതിൽ ആദ്യത്തെ പരാതിയിൽ തന്നെ ചോദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ചോദിച്ചു വന്നപ്പോൾ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് അത് അവസാനിച്ചത്. എന്തായാലും അതിനെക്കുറിച്ചും ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. ഇത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ലക്ഷ്മിപ്രിയ എന്താണ് പറഞ്ഞത് നമ്മൾ കേട്ടു നോക്കാം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്ത ദിവസം ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു കമ്മിറ്റി മെമ്പറും മറ്റൊരു മെമ്പർ, അതായത് ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങളുടെ പിന്നെ ഭരണസമിതിയിലേക്ക് വന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചേർന്ന് വേറൊരു കമ്മിറ്റിയിൽ ഇല്ലാത്ത മറ്റൊരു ഞങ്ങളുടെ പിന്നെ ഒരു അംഗത്തിന്റെ അടുത്ത് ഈ കുട്ടിയെ പറ്റി അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് Day 1, അതായത് ഫസ്റ്റ് EC അൻസിബ ഹസൻ സ്തംഭിപ്പിച്ചിട്ടുണ്ട്. അവിടെ അൻസിബ ഹസൻ ഇത് സ്തംഭിപ്പിക്കുന്നത് ഈ കുട്ടിയെ പറ്റിയിട്ട് വേറൊരാളോട് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള 2 പേര് അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അൻസിബ ഇത് വളരെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ് മോള് കേട്ടോ, അതില്ല ഇന്നയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു, പിറ്റേ ആഴ്ചത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഈ പറഞ്ഞ ആളിനെ കൊണ്ടുവന്നു. ആ ആള് പറഞ്ഞു എന്നോട് ഈ 2 പേരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഡേ ഉണ്ടായ കാര്യമാണ്. അന്ന് അൻസിബ ഹസൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോ ഞാനും അൻസിബ ഹസന്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അൻസിബ ഹസന്റെ കാര്യം എന്ന് വെച്ചാൽ ജോയിന്റ് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇന്ന് എവിടുന്നാണ് ഈ കമ്മിറ്റി ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് പിന്നെ സ്പോൺസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ സ്പോൺസർമാരാണോ ഞങ്ങൾക്ക് ഈ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് അമ്മ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണോ എന്ന് പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയ അൻസിബ ഹസൻ അറിയണം എന്ന് വാശി പിടിച്ചിട്ട് അൻസിബ ഹസൻ ഫുഡ് കഴിക്കാതെ ഭയങ്കര വയലന്റ് ആയിട്ട് കരഞ്ഞ് ബാത്റൂമിന്റെ സൈഡിൽ പോയിരുന്നു അവിടെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അന്ന് അൻസിബ ഹസനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഇത് ഈ പുറത്തിറങ്ങിയിട്ട് അൻസിബ ഹസൻ പറയുന്നത് വേറെ രീതിയിലുള്ള കഥകളാണ്. ഇതൊന്നും അവിടെ നടന്നിട്ടേ ഉള്ള കാര്യങ്ങളല്ല. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറി, പറയുന്നതിൽ തുറന്നു പറയുന്നതിൽ വളരെയധികം എനിക്ക് വിഷമമുണ്ട്. ഞങ്ങളുടെ സെക്രട്ടറി നീന കുറുപ്പ് തുടങ്ങിയ കുറച്ച് പേരാണ് ഈ എന്താ പറയാ ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ എതിരെയാണ് നടക്കുന്നത്. ഇവർ 2-3 പേര് ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഇൻഡിവിജ്വൽസും ആയിട്ടാണ് കമ്മിറ്റിയിൽ നിലകൊള്ളുന്നത്. ഇക്കാര്യത്തിൽ അവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം നീന കുറുപ്പും ഇവരുമായിട്ട് നല്ല ശത്രുതയിലാണ്. നല്ല രീതിയിലുള്ള സംഭാഷണം അല്ലാതെ നമ്മൾ കേട്ടതുകൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയ നീന കുറുപ്പിനെ കുറിച്ച് നല്ലത് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്ന് കരുതി നീന കുറുപ്പ് പറയുന്നത് എല്ലാം ശരിയാണെന്നല്ല. ഇവിടെയൊക്കെ ഇവർ പറയുന്നത് കേട്ട് നമുക്ക് ചിന്തിക്കാവുന്നല്ലാതെ ഇതിനൊരു വ്യക്തമായുള്ള ആൻസർ കിട്ടത്തില്ല. കാരണം ഇതിനൊന്നും തെളിവുകളില്ല. അവർ പറയുന്നു ഇവർ പറയുന്നു എന്ന് പറയുന്നതല്ലാതെ എന്തെങ്കിലും ഓഡിയോയോ ഇല്ലെങ്കിൽ വീഡിയോയോ അങ്ങനെയുള്ള തെളിവുകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു എന്ന് പറയുന്നത് കേൾക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. അത് തന്നെയാണ് ഇവിടെ ലക്ഷ്മിപ്രിയയും ആവർത്തിക്കുന്നത്. എന്നോട് ടിനി ടോം പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടില്ല, ഈ നീന കുറുപ്പ് പറഞ്ഞത് കേട്ടു എന്നാണ് പറയുന്നത്. ഇനി അൻസിബെ പറ്റി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്ത ദിവസം ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു കമ്മിറ്റി മെമ്പറും മറ്റൊരു മെമ്പർ, അതായത് ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങളുടെ പിന്നെ ഭരണസമിതിയിലേക്ക് വന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചേർന്ന് വേറൊരു കമ്മിറ്റിയിൽ ഇല്ലാത്ത മറ്റൊരു ഞങ്ങളുടെ പിന്നെ ഒരു അംഗത്തിന്റെ അടുത്ത് ഈ കുട്ടിയെ പറ്റി അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് Day 1, അതായത് ഫസ്റ്റ് EC അൻസിബ ഹസൻ സ്തംഭിപ്പിച്ചിട്ടുണ്ട് അവിടെ.
അൻസിബ ഹസൻ ഇത് സ്തംഭിപ്പിക്കുന്നത് ഈ കുട്ടിയെ പറ്റിയിട്ട് വേറൊരാളോട് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള രണ്ടുപേര് അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അൻസിബ ഇത് വളരെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പൊ ഞങ്ങൾ ചോദിക്കുകയാണ്, മോള് കേട്ടോ? അതില്ല, ഇന്നയാള് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു? പിറ്റേ ആഴ്ചത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഈ പറഞ്ഞ ആളിനെ കൊണ്ടുവന്നു. ആ ആള് പറഞ്ഞു എന്നോട് ഈ രണ്ടുപേരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ലക്ഷ്മിപ്രിയയും അൻസിബയെ കുറിച്ച് ഇതല്ലേ പറഞ്ഞത്? മഹാനടനുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് അവർ പറഞ്ഞു എന്ന് കേട്ടതല്ലാതെ ലക്ഷ്മിപ്രിയയും കണ്ടതൊന്നുമില്ലല്ലോ. ആ ലക്ഷ്മിപ്രിയ തന്നെയാണ് അൻസിബയെ കുറ്റം പറയുന്നത്, അൻസിബ കേട്ടോ എന്ന്. പക്ഷേ നീനാക്കുറുപ്പ് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും. അതുപോലെ തന്നെ അമ്മ പിരിച്ചുവിട്ട ആ സ്റ്റാഫും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അൻസിബയെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞെന്ന്. അങ്ങനെയുള്ളപ്പോൾ അൻസിബ പറയുന്നത് എന്തായാലും കറക്റ്റാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ലക്ഷ്മിപ്രിയ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതെന്നാണ് ചിന്തിക്കേണ്ടത്. അതും മഹാനടനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാ ഫോണിലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? എന്ത് അവിഹിത കഥകളാണ് അൻസിബ ഹസനെ കുറിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കേൾക്കുന്നവർക്ക് തോന്നുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി, അതായത് അൻസിബയും കുക്കു പരമേശ്വരനും. കാരണം രണ്ടുപേരും ഇവരുടെ ശത്രുക്കളാണ്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു അവിഹിതത്തെക്കുറിച്ച് കുക്കു പരമേശ്വരൻ പറഞ്ഞു, അതും ഹൻസിബയ്ക്ക് ഏറെ എന്ന് പറയുമ്പോൾ ഒരു വെടിക്ക് തന്നെ രണ്ടുപേർക്ക് ഉള്ളുന്നതാണ്. ഇതിന് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് കുക്കു പരമേശ്വരൻ തന്നെ പറയട്ടെ. ഒരു മാസം ഈ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് എനിക്ക് തോന്നുന്നു മെയ് 16-ാം തീയതിയോ 14-ാം തീയതി മറ്റായിരുന്നു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതിനുശേഷം ഒരു മാസത്തേക്ക് എനിക്ക് വിലക്കാണ്. അത് നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് അമ്മയുടെ ഓഫീസിലേക്ക് ഇപ്പൊ ഐ കെയർ ഇതൊക്കെ നടക്കുകയാണ് ഞങ്ങളുടെ ഓഫീസിൽ. എനിക്ക് പോകാനായിട്ട് നിവർത്തിയില്ല. കാരണം ഒരു മാസത്തേക്ക് നീനാക്കുറുപ്പിനെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കു പരമേശ്വരൻ എനിക്ക് വിലക്ക് തന്നിരിക്കുന്നതാണ്. അത് ആ ഓടിയായിട്ട് ആരാൻ ചിന്തിക്കും ഇവർക്ക് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കണമെന്ന്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അമ്മ സംഘടന ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിനെ പൂർണ്ണമായിട്ട് തെറ്റു പറയാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിലും അമ്മ സംഘടന എന്തെങ്കിലും ചെയ്യട്ടെ, അല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ടിനി ടോം പിന്നെ നീന കുറുപ്പിനെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു, പിടിച്ചു മാറ്റി എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് രാത്രി 12 മണിക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹിസ്റ്റീരിയ ബാധിച്ച ഒരു സ്ത്രീയെ പോലെ ഉറഞ്ഞു തുള്ളിയത് നീന കുറുപ്പാണ്. നീനാക്കുറുപ്പ് തെറി പറയുന്നതാണ്. എന്റെ ഒരു വോയിസ് ലീക്കായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ വോയിസിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ കാ പൂ മാ ചാ എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞത് ടിനി ടോം അല്ല, അത് നീനാക്കുറുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഈ നീനാക്കുറുപ്പിനെ കെട്ടിപ്പിടിച്ച് ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. ഇതേ നീനാക്കുറുപ്പ് തന്നെ പിന്നെ ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാനും സിജോയ് വർഗീസും എല്ലാം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം സിജോയ് വർഗീസിനെ എന്നെയും വളരെ മോശമായിട്ട് പിന്നെ നീനാക്കുറുപ്പ് തെറി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കേട്ട ആളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ അൻസിബ ചാനലുകളിൽ പറയുന്ന പോലെ അവർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാത്തൊരു കാര്യത്തിന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുമോ? അല്ല, ഇത് അവിടെ കേട്ട ആളല്ലേ ലക്ഷ്മിപ്രിയയോട് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ അത് പരാതിപ്പെടാമല്ലോ. പക്ഷെ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നുള്ളതാണ് സംശയമായിട്ട് തോന്നുന്നത്. അവിടെ ഒരാളെ വ്യക്തമായിട്ട് കേട്ടു എന്നാണ് പറയുന്നത് ലക്ഷ്മിപ്രിയ. അങ്ങനെയുള്ളപ്പോൾ ആ കേട്ട ആള് അതിന്റെ സാക്ഷിയല്ലേ? സാക്ഷി ഉള്ളതുകൊണ്ട് പരാതിപ്പെടാം. അതുപോലെയാണ് അൻസിബ ചെയ്തത്. അൻസിബ പരാതിപ്പെട്ടത് നീനാക്കുറുപ്പ് അത് കേട്ടതുകൊണ്ടാണ്. അത് നീനാക്കുറുപ്പ് പരാതിയായിട്ട് നൽകിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിയും അതുപോലെ അൻസിബയെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറയുന്നുണ്ട്. അങ്ങനെയുള്ള തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് പരാതിപ്പെട്ടത്. ഇവിടെ ലക്ഷ്മിപ്രിയയ്ക്കും പരാതിപ്പെടാമായിരുന്നല്ലോ. കാരണം ഒരു മെസ്സേജ് അയച്ചതിന് അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ വ്യക്തിയാണ് ഈ പറയുന്നത് എന്നുകൂടി ഓർക്കേണ്ടതാണ്. അതുല്യ എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജർ ഇവർ ടെർമിനേറ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സെക്രട്ടറി ടെർമിനേറ്റ് ചെയ്തല്ലോ. ആ കുട്ടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളത്തിന്റെ ഒരു മഹാനടനെയും ചേർത്ത് ഈ കുക്കു പരമേശ്വരൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സരയു മോഹൻ സാക്ഷിയാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്ത് നടപടിയായിരിക്കും എടുക്കുന്നത്? അതുല്യ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെ ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗ് ഹാളിൽ കൊണ്ടുവന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു കുമ്പളങ്ങി വീണ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി അൻസിബ ഹസനെ കുറിച്ച് വളരെ മോശമായിട്ട് സെക്രട്ടറി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന്. അപ്പൊ അത് കേട്ട് അൻസിബ ബോധം കെട്ട് താഴെ വീഴും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ അൻസിബ ഒരിക്കലും ഈ ലെറ്റർ വായിക്കല്ലേ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെക്രട്ടറിക്കെതിരെ നടപടി വേണ്ടേ? ഇവിടെ എന്താണ് വ്യക്തമാവുന്നത്? അൻസിബ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് വരികയല്ലേ ചെയ്യുന്നത്. അതായത് തന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കുന്നു, ഇല്ലെങ്കിൽ അവിഹിത കഥകൾ പറഞ്ഞ് നടക്കുന്നു എന്നുള്ള കാര്യം ശരിയായിട്ട് വരികയല്ലേ ചെയ്യുന്നത്. അതുതന്നെയാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞു വെക്കുന്നതും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. തന്നെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു എന്ന രീതിയിൽ തന്നെ ഇതിനെ എടുക്കണം. വെറുതെ ഇരിക്കുന്ന മഹാനടന്മാരെ കൂടി ഇതിനകത്ത് വലിച്ചടച്ച് അവർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയാണ് ഇവർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അങ്ങനൊരു കാര്യം ഇങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അത് വലിയ തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു ദുബായിൽ പോയ കഥ അൻസിബ പറഞ്ഞതിനാണ് ഇക്കാര്യങ്ങളെല്ലാം ഈ രീതിയിലേക്ക് വളച്ചൊടിച്ചത്. അത് പിന്നെ കേസായി, വീട്ടിൽ കലഹമായി, ഗാർഹിക പീഡനമായി. അത് പിന്നീട് അങ്ങോട്ട് അൻസിബയ്ക്ക് സംശയമുണ്ടായി. അതിൽ പിന്നെ ടിനി ടോം ഇടപെട്ടു. പിന്നീട് അങ്ങോട്ട് ശത്രുതകളായി. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവിഹിത കഥകൾ ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാതെ മീഡിയയ്ക്ക് മുന്നിൽ വിളിച്ചു പോയി. എന്തായാലും ഇപ്പം എല്ലാവരും നാറിയിട്ടുണ്ട്.
നേരത്തെ പുരുഷന്മാരായിരുന്നു അമ്മയിൽ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്നതെന്നാണ് പറഞ്ഞു നടന്നിരുന്നത്. എന്നാൽ സ്ത്രീകളും ഒട്ടും മോശമല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. കുറ്റപ്പെടുത്തുന്നവർക്ക് ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം, അതൊക്കെ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.